ഞാൻ സ്ഥിരം കുടിക്കാറുണ്ട്. നല്ല ജ്യൂസാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാവേലിക്കര ചെട്ടികുളങ്ങര ഭഗവതിപ്പടി ജംഗ്ഷന് തെക്ക് വശത്ത് രണ്ട് ചേച്ചിമാർ ഒരു പുതിയ സംരംഭം തുടങ്ങി അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഒരു ചെറിയ ജ്യൂസ് കടയാണ് കേട്ടോ. എന്തായാലും അവിടെ വന്ന് അവിടെ ജ്യൂസ് എന്തായാലും കുടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പോകാം വിശേഷങ്ങളിലേക്ക്. എന്താണ് രണ്ടുപേരുടെയും പേര്? ലക്ഷ്മി പ്രദീപ്, ലിജി. അപ്പൊ ലക്ഷ്മി ചേച്ചിയും ലിജി ചേച്ചിയുടെ സംരംഭമാണിത്. അപ്പൊ ഇത് തുടങ്ങാൻ കാരണം എന്താണ്? ഹസ്ബൻഡ് സുഖമില്ലാതിരിക്കുകയാണ്. പിന്നെ സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലൊക്കെയാ മോൻ സുഖമില്ലാത്തത്. നമുക്കൊരു ചെറിയ വരുമാനം എന്ന രീതിയിൽ തുടങ്ങി വെച്ചതാ. ഈ സാധാരണ എല്ലാവരും എണ്ണ പലഹാര കടകളാണല്ലോ കൂടുതലും ചെയ്യാറുള്ളത്. ഇപ്പം നിങ്ങൾ എന്താ ഒരു വെറൈറ്റി? പിന്നെ ആരോഗ്യപരമായിട്ട് പോകാം. അങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ചെയ്യണമെന്ന് വിചാരിച്ചല്ലേ? ഏതൊക്കെ ടൈപ്പ് ജ്യൂസ് ഉണ്ട് ഇവിടെ? നമുക്ക് എല്ലാ തരത്തിലും ഫ്രൂട്ട്സിന്റെ ജ്യൂസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ മെഷീനകത്തിലെന്ന് പറഞ്ഞാൽ ഓറഞ്ച്, മുസമ്പി, മാതളം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയാവോ? ഇവിടുത്തെ വൃത്തിയാണ്. നല്ല വൃത്തിയോടുകൂടിയാണ് ഇവർ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തെ വിശ്വസിച്ച് കുടിക്കാം കേട്ടോ. കുരുവില്ലാത്ത നല്ല പുളിയുണ്ട്. നല്ല നാച്ചുറൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണത്. പിന്നെ കേരച്ചാറ്, മാങ്ങ, നാരങ്ങ, അങ്ങനെ ഒത്തിരി അച്ചാറുകളുണ്ട്. നമ്മുടെ മാവേലിക്കര ജംഗ്ഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അതിലെ ശങ്കരേട്ടനാണ് ഇതിലൂടെ കൊണ്ടുവന്ന് തന്നത് ഞങ്ങൾക്ക്. അങ്ങനെ ഒത്തിരി പേരുടെ സഹായമുണ്ട്. അതുപോലെ ഇവർ ജ്യൂസ് ഉണ്ടാക്കുന്നത് ദാണ്ട് ഈ ഒരു ചെറിയ മെഷീനകത്തിലാണ്. ഫ്രൂട്ട്സ് ഒക്കെ നല്ല രീതിയിൽ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ജ്യൂസ് ഉണ്ടാക്കാൻ ഇവർ ഉപയോഗിക്കുന്നത് മിനറൽ വാട്ടറുമാണ്. മാക്സിമം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നല്ല ഒരു അടിപൊളി കട തുടങ്ങാൻ ഇവരെ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഇവർക്കൊക്കെ ആവശ്യമാണ്. പിന്നെ ദാണ്ട ഞാനിതൊക്കെ നിങ്ങളിൽ എത്തിക്കുന്നത് എൻ്റെ ജെബിൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാനും വേണ്ടി മാത്രമാണെന്നേ. മറക്കരുത്. നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. കാണാം. ജെബിൻ മാവേലിക്കര.